സൂറത്തുൽ മുൽക്കില് ഒരായത്ത് കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ നമുക്ക് ഓതി അർത്ഥം വെക്കാം. ഇന്ന് രാവിലെയും ഉച്ചക്കുമായി മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിടവാങ്ങിയ ദിവസമാണ് ഈ ദിവസം. അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഈ ഉമ്മത്തിന് ഈമാൻ കൈമാറുന്ന വിഷയത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ സ്വന്തം തടി നോക്കാതെ ശരീരവും മനസ്സും സമ്പത്തും സമയമൊക്കെ മുസ്തഫ നബിയുടെ മുമ്പിലായി ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുകയും ഇഷ്ടപ്പെടുത്തുകയും ചെയ്ത ഈ ഉമ്മത്തിന്റെ നായക പ്രഭുവാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ എന്ന പേരും സിദ്ദീഖ് എന്ന പേരുമൊക്കെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് കിട്ടിയത്. ബക്കർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നൊരർത്ഥമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് ചെയ്യണേ എന്നൊരു ദുആ ഉണ്ട്. ബുക്കൂർ, ബക്കർ, രാവിലെ എന്ന് പറഞ്ഞാൽ പകൽ സമയത്തിന്റെ ആരംഭമാണ്. പകൽ എന്നത് പ്രകാശമാണ്. ആ നിലയിൽ ചില മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അബൂബക്കർ എന്നവർക്ക് ആ പേര് തന്നെ കിട്ടാൻ കാരണം അവർ ഇസ്ലാമിന്റെ രാവിലെ തന്നെ കടന്നു വന്നവരാണ്. ഉമർ ഖത്താബ് ഇസ്ലാമിലേക്ക് വന്നത് ഏകദേശം ഉച്ചയായ സമയത്താണ്. ഇസ്ലാമൊക്കെ തുടങ്ങി കുറെ ഇസ്ലാമിനെ എതിർത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി വാളെടുത്ത് ഇറങ്ങി പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. സിദ്ദീഖ് എന്നവർ സമയത്തിന്റെ ആരംഭമായ രാവിലെ തന്നെ വന്ന ആളാണ്. ആ നിലയിലാണ് അബൂബക്കർ എന്ന് വരെ വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട്. സിദ്ദീഖ് എന്നത് പിന്നെ ഈമാനുമായി ബന്ധപ്പെട്ട വിശേഷണമാണ് എന്നത് പക്ഷാന്തരമില്ലാത്ത സത്യമാണ്. കാരണം അവരുടെ ആ ഖൽബിന്റെ ഈമാൻ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അവരുടെ യുക്തി കൊണ്ടോ ഗവേഷണം കൊണ്ടോ ഒന്നും ചിന്തിച്ചില്ല. അവരാകെ നോക്കിയത് ഈ ആള് എന്ത് പറയുന്നു എന്നാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ മിഅ്റാജ് കഴിഞ്ഞപ്പോ ചില ആളുകൾ ശ്രദ്ധിക്കുന്നവരെ വളഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനിയെങ്കിലും ആ പോയത്തക്കാരനെ ഒഴിവാക്കിക്കൂടെ, ഈ കുറച്ചായാലോ താങ്ങി നടക്കണ്. അതാ ഏറ്റവും വലിയ വിഡിത്തം അന്താരാഷ്ട്ര വെടി പൊട്ടിച്ച് നടക്കുകയാണ്. എന്തേന്ന് വെച്ചു, അല്ല ഇന്നലെ രാത്രിയിലെ മക്കത്തുനിന്ന് മദീന ബൈത്തുൽ മുഖദ്ദസ്ക്കും പോയി അവിടുന്നാണ്ട് 7 ആകാശവും കയറി ഇറങ്ങിയെന്നൊക്കെ അന്താരാഷ്ട്ര കുടൂസ് വിട്ടിട്ടാണ് നടക്കുന്നത്. ഇനിയും ആ പോയത്തക്കാരനൊന്നും ഒഴിവാക്കിക്കൂടെ എന്ന് വെച്ച്. അപ്പൊ സിദ്ദീഖ് എന്നവര് തിരിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലേ എന്റെ ആള് അതിന്റെ മേലെ പറഞ്ഞാലും എനിക്ക് അശേഷം സംശയമില്ല, ഞാനിതാ വിശ്വസിക്കുന്നു എന്നിടത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അതാണ് സിദ്ദീഖ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ അങ്ങേറ്റം സ്ഥാനപേര് സ്വാധീനമുള്ള ആളാണ്. അങ്ങേറ്റം. ഒരിക്കല് ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അഭിപ്രായ വ്യത്യാസം മൂർച്ഛിച്ചു. അപ്പൊ നമ്മൾ ഖത്താബിന് കുറച്ചൊരു ഒളബുള്ള ആളാണ്. ആ നിലയില് ചില വാക്കുകൾ തീരെ ഇഷ്ടപ്പെടാതെ ഖത്താബാണ്ട് പ്രതികരിക്കുകയും ചെയ്തു. സംഭവമാണ്ട് കഴിഞ്ഞു. സിദ്ദീഖ് എന്നവർക്ക് വല്ലാത്ത മനസ്സിന് വല്ലാത്തൊരു വേവലാതി, വല്ലാത്തൊരു പ്രയാസം. അപ്പൊ നമ്മൾ ഖത്താബിന്റെ കൈ ഒടിച്ചു പറഞ്ഞു, ഉമറേ പൊരുത്തപ്പെടണം, മനുഷ്യന്മാരല്ലേ, ഇതൊക്കെ ഉണ്ടാവും, സാരില്ല. അപ്പൊ നമ്മൾ ഖത്താബ് പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടില്ല. അവരെ ചില സ്വഭാവം അങ്ങനെയാണ്. അത് മോശപ്പെട്ടല്ല, ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാൻ പൊരുത്തപ്പെടില്ല. സിദ്ദീഖ് എന്നവർക്ക് വല്ലാത്ത വിഷമായി. പിന്നെ എല്ലാവരും പ്രയാസവും പരാതിയും ഇറക്കിക്കുന്ന ഒരു കൊലായുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടാണ് പോയത്. സിദ്ദീഖ് എന്നവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കണ്ണീരിങ്ങനെ വാർക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് സിദ്ദീഖ് എന്നവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല. റസൂൽ ചോദിച്ചു,
എന്താണ് അബൂബക്കറെ, എന്താ പ്രശ്നം എന്ന് വെച്ചോ. പറഞ്ഞു, മുത്തുനബിയെ, ഞാനും ഉമറും തമ്മിൽ ഒരു ശണ്ടണ്ടായി. വാക്കേറ്റം കഴിഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് എന്തോ 1-2 വാക്കുകൾ വന്നോ എന്ന് തോന്നിയപ്പോ ഞാൻ ഉമറിനോട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോ ഉമർ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നില്ല. യാ റസൂലല്ലാഹ്, ഒരാളോട് മാത്രമേ മുത്തുനബി ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുള്ളൂ. ഉമർ നിനക്കത് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, സിദ്ദീഖേ കരയണ്ട എന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ പൊരുത്തപ്പെട്ട് നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖം അങ്ങോട്ട് മാറി. സിദ്ദീഖ് എന്നവരെ ഉമർ ഖത്താബ് വിഷമിപ്പിച്ചു എന്നപ്പോ മുഖം അങ്ങോട്ട് മാറി. ഉമർ ഖത്താബിന് അപ്പോഴേക്കും മനം മാറിയിട്ടാ, മനസ്സ് മാറി. ആ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടുണ്ടാവും ചില കാര്യങ്ങള്. ഞാൻ പൊരുത്തപ്പെട്ട് തരൂല, അല്ലെങ്കിൽ ഈ പണിയൊക്കെ, ഇതൊക്കെ അങ്ങനെ പറയും, ഏത് വലിയ ആളുകളും പറയും. മനസ്സ് മാറിയപ്പോ ഉമർ ഖത്താബ് എന്നവര് നേരെ സിദ്ദീഖ് എന്നവർ വീട്ടിൽ പോയി. കണ്ടിട്ട് പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ അവരെ മനസ്സ് നോക്കിയങ്ങള്. വീട്ടിൽ പോയി അന്വേഷിച്ച് അബൂബക്കർ എവിടെയെന്ന് വെച്ചു. ഇവിടെ ഇല്ല. അവിടെ ഇല്ലെങ്കിൽ പിന്നെ മറ്റോടത്ത് ഉണ്ടാകുന്ന ഉറപ്പായി, ഇടയിൽ എവിടെ ഉണ്ടാവില്ല. നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. പോയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാഴ്ചയാണ്. തങ്ങള് ചേർത്ത് ഇങ്ങോട്ട് ഇരുത്തിക്കുന്നു. എന്നിട്ട് കണ്ണീരിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ മേലെ മാർക്കിനി ഉണ്ടോ? അവിടേക്കാണ് മുഖത്താവ് കയറിയായിരുന്നത്. മുഖത്താവിനെ കണ്ടപ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ ആ വിഷമണ്ട് പ്രകടമായി. മുഖത്താവിനോട് റസൂലുള്ളാഹിന്റെ 2 വർത്താനം പറഞ്ഞിട്ട്, ഉമറെ, എന്താ നിങ്ങളൊക്കെ കരുതിയത്? ഈ ആളുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇന്നെ കൊല്ലാൻ നടന്നിരുന്നൊരു കാലത്ത് എനിക്ക് താങ്ങും തണലായ മനുഷ്യനാണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ എന്നെ തള്ളിയുന്ന കാലത്ത് എന്നെ നെഞ്ചിലേറ്റിയ ആളാണ് ഇരിക്കുന്നത്. ഈ ആളെ ഈ വിഷമിപ്പിച്ച ഉമറെ കേട്ടപാടെ അമീറുൽ മുഅ്മിനീൻ പൊട്ടി കരഞ്ഞു. റസൂലുള്ളാഹിന്റെ ഖൽബിൽ അബൂബക്കർ സിദ്ദീഖിനുള്ള സ്ഥാനം ഒരു സഹാബികൾക്കുണ്ടായിട്ടില്ല. അത്ര വലിയ മഹാനായി. ഒരിക്കൽ മുസ്തഫ നബി ഇങ്ങനെ കരയാൻ. അപ്പൊ വന്നിട്ട് ചോദിച്ചു, എന്താണ് കരയണ മുത്തനബിയെ? അപ്പൊ എന്താ കരയാൻ കാരണം എന്നറിയോ? റസൂൽ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു മനുഷ്യന് പൊട്ടി കരയുണ്ട്. നോക്കുമ്പോ ബിലാലാണ് റളിയല്ലാഹു അൻഹു. ബിലാലിനെ ഉമയ്യത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ വെക്കുക. ഇസ്ലാമിന് പുറത്തോടാ, മുഹമ്മദിനെ വലിച്ചെറിയടാ, എന്റെ ഈ പുതിയ മതം വലിച്ചെറിയല്ലേ അങ്ങോട്ട് പറയും. തൂണുമ്മ കെട്ടിട്ടിട്ട് ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരത്തിൽ വെക്കുകയാണ് ഈ കറുത്ത മനുഷ്യന്റെ. അപ്പൊ ബിലാല് പൊട്ടി കരയുമ്പോ ഇയാള് പിന്നെയും പറയാണ്, എനിക്ക് അള്ളാനെ വലിച്ചെറിയാനായില്ലേ? അപ്പൊ ബിലാല് പറയുന്നുണ്ട്, അഹദ് 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 എന്ന്. ഇത് റസൂലുള്ളാഹി കേൾക്കാണ്, കരഞ്ഞിട്ട് അഹദ് എന്ന് പറയുന്നത്. കേട്ടിട്ട് തളർന്ന് കരഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് സിദ്ദീഖ് എന്നവര് കയറിയത്. അപ്പൊ ഈ സംഭവം പറഞ്ഞു, അബൂബക്കറെ, ഞാൻ വരുമ്പോ അങ്ങനെ ഒരു സംഭവം കണ്ടു. എന്നെ സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാലിനുണ്ടാകുന്ന മർദ്ദനം, പീഡനം അസഹ്യമാണ് അബൂബക്കറെ, എനിക്ക് സഹിക്കാൻ കഴിയണില്ല. അപ്പൊ സിദ്ദീഖ് എന്നവര് പറഞ്ഞു, മുത്തുനബിയെ കരയണ്ട, ഈ അബൂബക്കർ എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, ബിലാലിനെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിക്കും യാ റസൂലല്ലാഹ്. എന്താണ് ആ വർത്താനൊക്കെ? ഞാൻ ഇവിടെ എത്തിക്കുന്നത്. പിന്നെ എപ്പോഴാ എത്തിച്ചതെന്നറിയോ? സിദ്ദീഖ് പിന്നെ എങ്ങനെയാണ് കാത്തിരിക്കുകയാണ്, വൈകിയില്ല. എന്റെ മർദ്ദനങ്ങൾ വഴിമാറി. ആദ്യം വീട്ടിൽ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരം ചൂടാക്കി, പിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ട് പാറക്കല്ലുകളും ശരീരത്തിലിട്ടിട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് അതിന്റെ മേലെ കയറിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ആളുകൾ കൂടി നിന്നിട്ട് ആരവം കൂട്ടുകയാണ്. ഈ രംഗം കണ്ടു അബൂബക്കർ സിദ്ദീഖ്. ആരാണ് എന്താന്ന് അറിയില്ല. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിപ്പോയപ്പോ സംബോധാണ്, നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് കയറ്റിയിട്ട് ഈ മനുഷ്യൻ ശ്വാസം വിടാൻ കഴിയാതെ ഇടങ്ങറായിട്ട് ജനങ്ങൾ മുഴുവനും കവളത്തും താലമൊക്കെ ചവിട്ടി ഉപദ്രവിക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് സിദ്ദീഖ് ഓടി വന്നത്. ഈ രംഗം കണ്ടപ്പോ മനസ്സ് പൊട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉമയ്യത്തിനോട്, ഉമയ്യത്തെ ഞാൻ പൈസ തരാം, ഈ കറുത്ത അടിമനെ എനിക്ക് മോചിപ്പിക്കുമോ? ഞാൻ പൈസ തരാം. അപ്പൊ ഉമയ്യത്ത് ഇങ്ങനെ നോക്കി, കാരണം അവർക്ക് പൈസ വലിയ ഇൻട്രസ്റ്റ് ആണ്. എങ്ങനെ നോക്കി. അപ്പൊ ജനങ്ങൾ, ചില ആളുകൾ പറഞ്ഞു, നീ കൊടുത്താളെ, ഇനിയിപ്പൊ ജീവിക്കൂല, മരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മരിച്ചിട്ടില്ലെങ്കിൽ ശ്വാസം പോകാനിരിക്കണേ, നീ മറയല്ലേ, കുഴിച്ചിട്ടല്ലേ വേണ്ടത്. ഈ ചെങ്ങായനെ കുഴിച്ചിട്ടല്ലേ വേണ്ടത്. അത് അയാളെ കുഴിച്ചിട്ടോളും, ഓന്റെ ആളനല്ലേ. ഇനി ജീവിതത്തിലേക്ക് വരൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കൊടുത്തത്.
എത്രയാണോ ചോദിച്ചത് അതിന്റെ അപ്പുറം പൈസ കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്നവർ ബിലാലിനെ ആ കല്ലിന്റെ അടിയിൽ നിന്ന് കണ്ട് എടുത്തിട്ട്, അപ്പേ ഇതിന്റെ മേലെ എന്താ ഉള്ളത്? ശരീരത്തിന്റെ മേൽ കൂട്ടിവെച്ച കല്ലുകൾക്കിടയിൽ നിന്ന് വലിച്ചെടുത്തപ്പോ ബിലാലിന് ബോധമില്ല എന്നാ ചരിത്രം പറയുന്നത്. അടി കിട്ടിയിട്ട് ബോധം പോയി, കവിള് പൊളിഞ്ഞിക്കണം. കവിള് പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്യാണ്. ഇതൊന്നും സിദ്ദീഖ് നോക്കിയില്ല. സിദ്ദീഖ് ഇങ്ങനെ എടുത്തിട്ട് തോളാണ്ടിട്ടിട്ട് ഓടുകയാണെങ്കിൽ ഹദ്റത്ത് റസൂലില്ല. അന്നാ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ കരയണ്ട, അബൂബക്കറിനെ ഞാൻ മോചിപ്പിക്കുന്നു പറഞ്ഞില്ലേ, അത് യാഥാർത്ഥ്യമാക്കാണ്. തോളിലിട്ടിട്ട് ഓടി അള്ളാന്റെ റസൂലും ബിലാണ്ട് കൊണ്ടേക്ക് കിടത്തി. മുത്തനബിയെ, ഞാൻ പറഞ്ഞ വാക്കത ഞാൻ പാലിക്കണം, നിങ്ങളെ ബിലാലിതാ മുത്തനബിയെ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നോക്കിയപ്പോഴേ കവിള് പൊളിഞ്ഞിക്കണ അടിയിട്ടിട്ട് രക്തത്തിൽ കുളിച്ച് അർദ്ധബോധത്തിൽ കിടക്കുകയാണ്. അള്ളാന്റെ റസൂൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് കുടഞ്ഞു, ബിലാൽ. അപ്പോഴാണ് കണ്ണെണീച്ചത്, അപ്പോഴാണ് കണ്ണുയർത്തിയത്. നീക്ക് ബിലാൽ. ആ കരിങ്കല്ലിന്റെ ഉള്ളിന്ന് ഈ കറുകറുത്ത കാപ്പിരിയെ റസൂലുള്ള പിടിച്ച് എണീപ്പിച്ചിട്ട് എവിടെ എത്തിച്ചെന്ന് അറിയങ്ങള്? കാബത്തിന്റെ മട്ടുപ്പാവിൽ കയറ്റിയിട്ട് ബാങ്ക് കൊടുപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സുബ്ഹാനമല്ല. ഇതിന് മുഴുവന് നേതൃത്വം കൊടുത്തത് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. ഈ ഉമ്മത്ത് അവരെ മറക്കരുത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഞാൻ ഉച്ചക്കും പറയും. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ വേദി കെട്ടിയിട്ട് അവരെ അനുസ്മരിക്കേണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ തിരക്കിനിടയിൽ പറ്റാത്തതുകൊണ്ട് രാവിലെ ഉച്ചക്കും അഡ്ജസ്റ്റ് ചെയ്ത് പറയാന്ന് കരുതിയതാണ്. സിദ്ദീഖ് എന്നവരെ സ്നേഹിച്ചവർ അവരുടെ കൂടെ സ്വർഗത്ത് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തൗറിൽ സിദ്ദീഖ് എന്നവരുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അവര് ചോദിച്ചിട്ടുണ്ട്, മുത്തുനബിയെ നിങ്ങൾ ആരാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്താണ് നബിയെ, എന്റെ മഖാം എന്താണ്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അള്ളാന്റെ ഹബീബാണ്, റസൂലാണ്, നബിയാണ്. നിങ്ങൾ എന്റെ റഫീഖാണ്, നിങ്ങൾ എന്റെ ജനാഹ, എന്റെ ചിറകാണ്. നിങ്ങളെ സ്നേഹിച്ചവരൊക്കെ സിദ്ദീഖ് നിങ്ങളെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പട്ടികയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വലിയ തൗഫീഖുള്ള മഹാനായിരുന്നു. ഒരിക്കൽ മുസ്തഫ നബി പള്ളിയിൽ വെച്ചിട്ട് ഒരു വർത്താനം പറഞ്ഞു. അവരെ സ്നേഹം നോക്കുങ്ങള്. മാ നഫഅ മാലും ബ്രിഇൻ മാ നഫഅനി മാലും ബ്രിഇൻ മാ നഫഅനി മാലു അബീബക്കർ. എനിക്ക് അബൂബക്കറിന്റെ സ്വത്ത് ഉപകരിച്ചതിനേക്കാൾ ഈ ലോകത്ത് ഒരാളുടെയും സ്വത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ സദസ്സ് നിശബ്ദമാവുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള പ്രസ്താവന മുത്തുനബിയുടെ ആദരങ്ങളിൽ നിന്ന് അടർന്നു വീണപ്പോൾ സാഗൂതം ഭക്തശ്രദ്ധരായി വീക്ഷിക്കുന്ന ശ്രവിക്കുന്ന സഹാബാക്കള് നനവുള്ള കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസ്താവനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നൊരു ശബ്ദമാണ്, കരച്ചിലിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാണ്. ആരാണ് കരയുന്നതെന്നറിയാൻ സ്വഹാബാക്കൾ ഉറ്റുനോക്കുമ്പോ കരയുന്നത് മറ്റാരുമല്ല, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഇപ്പൊ കരയേണ്ട സമയമല്ലല്ലോ, ചിരിക്കേണ്ട സമയല്ലേ. സിദ്ദീഖ് എന്നവരെ അത്ര പൊക്കിയിട്ടല്ലേ മുത്തനബി പറഞ്ഞത്. സിദ്ദീഖിന്റെ സ്വത്ത് എനിക്ക് ഉപകരിച്ചതിനേക്കാൾ ആരെ സ്വത്ത് ഉപകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് കേട്ടാ ചിരിക്കല്ലേ വേണ്ടത്, എന്നിട്ട് കരയാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അബൂബക്കറെ എന്തിനാണ് കരയണെന്ന് വെച്ചു. അപ്പൊ എന്താ കരയാൻ കാരണം എന്നറിയോ? മുത്തുനബിയെ, സിദ്ദീഖിന്റെ സ്വത്ത് എന്ന് പറയണോ, എന്റെതൊക്കെ നിങ്ങളതല്ലേ യാ റസൂലല്ലാഹ്, ഇതിന്റെ മേലൊന്നുമില്ല. അന വ മാലി ലക്ക യാ റസൂലല്ലാഹ്, ഞാനും എന്റെ മുതലും ഒക്കെ നിങ്ങളതല്ലേ. സിദ്ദീഖിന്റെ സ്വത്ത് എന്നൊന്ന് പറയാൻ നിൽക്കണോ മുത്തുനബിയെ? ആ വാക്ക് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. സദസ്സൊക്കെ കരയാണ്. സിദ്ദീഖിനെ കൂട്ടിപ്പിടിക്കുകയാണ്. അവരെ ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ച് കൂട്ടിപ്പിടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സിദ്ദീഖ് എന്നവർ ശ്രദ്ധിച്ച ഒരു ഇഷ്കിന്റെ പുഴയുണ്ട്. അവരെ സ്ഥാനത, അവരെ നെഞ്ചിൽ മുഴുവനും കരകവിഞ്ഞൊഴുകുന്ന പ്രണയമായിരുന്നു. റസൂലി മുസ്തഫ വമദ്ഹുഹു ഖൈറുൽ അമൽ വസല്ലല്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طاعك فل إن
ബിറിദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബിനായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മദീനയിൽ ചമ്രം പടഞ്ഞ് മണ്ണിലിരുന്നു കൊണ്ട് ഏങ്ങലടിച്ച് ചെറിയ പൈതലിനെ പോലെ പൊട്ടിക്കരഞ്ഞ് മുത്തുനബിയോടുള്ള അഭമ്യമായ ഭ്രമം കൊണ്ട് പ്രണയമൊഴുകുന്ന ഹൃദയം പൊട്ടി കണ്ണ് അതിന്റെ വ്യാഖ്യാനം ബാഷ്പത്തിലൂടെ കുറിച്ച് ആ മണ്ണിലിരുന്നു കൊണ്ട് ഏങ്ങലടിച്ച് ഉമ്മാന്റെ കോന്തൽ പിടിച്ച് കരയുന്ന പൈതലിനെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞ് പാട്ടുപാടി മദീനയുടെ പൂട്ട് പൊട്ടിച്ച നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച ആശിഖുർ റസൂൽ ഖാളി ബിലിഗൂതി റഹിമഹുല്ലാഹ്. ഈ മർമ്മരസം ലോകത്തിന് കൈമാറ്റം ചെയ്ത മഹാനാണ്. അവരെ ബർക്കത്തോടെ നമ്മളെ അല്ലാഹു കബൂലാക്കട്ടെ. ശ്രദ്ധിക്കുന്നവരുടെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്നത്തെ സാസില് നമ്മളെ കോയമോൻക അദ്ദേഹത്തിന്റെ ഉമ്മ വിട പറഞ്ഞ ദിവസമാണ്. അവരെ വക ചായയും കടിയുണ്ട്. അല്ലാഹു തആല അത് കബൂലാക്കട്ടെ. അവരെ ഉമ്മാക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് സമയം വൈകണില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ചെറിയ ദുആ അല്ലേ, അവരെ വഫാത്തുള്ള ദിവസമാണ്. നേരം വൈകുണ്ടോ? അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മളെ ഷരീഫ് അഷ്റഫി ദുആ ചെയ്യുക. അദ്ദേഹം ഇന്നലെ വ്യാഴാഴ്ച ആയിട്ട് പോലും നാട്ടിൽ പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. അങ്ങനെ ഒരു ലീവ് എടുക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ ബുദ്ധിമുട്ട് നോക്കി എൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് പോവുക വരിക ആ ഒരു സിസ്റ്റമുള്ള ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ എനിക്ക് കാസർഗോഡായിരുന്നു പരിപാടി. ജാമ്യയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മജ്‌ലിസിനൊന്ന് നിൽക്കാൻ പറ്റൂലെന്ന് ഉസ്താദന്മാരൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കാസർഗോഡാണ് പരിപാടി എന്ന് പറഞ്ഞ് ഞാൻ സ്പീഡിൽ വരികയാണ് ട്രെയിന് കയറാൻ. എനിക്ക് ട്രെയിനിന്റെ സമയത്ത് തിരൂരെത്തണമല്ലോ. അവ വരുന്ന വഴിയിലാണ് കാസർഗോഡ് വിളിച്ചത്. അവിടെ അതിശക്തമായ ഇടിയും മഴയൊക്കെ ആയിട്ട് പന്തലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. വേറെ മാർച്ചിലേക്കൊന്ന് ഡേറ്റ് തരുമെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് ഞാനും ഇന്നലെ പരിപാടി പോയിട്ടില്ല. ഞാനും ഇങ്ങോട്ട് തന്നെ വന്നത്. പരിയിൽ പോയി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അവിടെ നിന്ന് ഉച്ചയൂണ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ട്. രാത്രി മൊത്തം കുട്ടികളെ കൊണ്ട് മേലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം എനിക്കൊത്ത് ദീനിന് വേണ്ടി നിൽക്കലാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما قرأناه هدية منا أولا إلى حضرة حبيبنا مصطفى محمد
صلى الله عليه وسلم إلى أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا لا سيما إلى أرواح من دفنوا حوالينا اللهم وإلى حضرة سيد الأولياء أبو بكر الصديق رضي الله عنه وإلى أرواح من ماتوا منا يا رب العالمين اللهم وإلى حضرة من نبيناها بهذا الدعاء يا رب العالمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء يا رب العالمين وقض حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم يا رب العالمين اللهم طول أعمارنا وأعمار أساتذتنا لا رضاك ولا خدمة دينك واشف أمراضنا وأمراضهم يا شافي الأمراض اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وإيمانا كاملا وعمرا واسعا ولسانا ذاكرا وقلبا خاشعا في طاعتك ومرضاتك وخدمة دينك يا رب العالمين اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبرها وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبرها وقبورهم حفرة من حفر النيران ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.